2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL ക്വാളിഫയർ 1 മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ടൈറ്റൻസിന് 92 റൺസിന് തകർപ്പൻ വിജയമാണ് നേടിയത്. 2026 മെയ് 26-ന് ധർമ്മശാലയിലെ HPCA സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഈ നിർണായക പോരാട്ടം RCBയെ 2026 IPL ഫൈനലിലേക്ക് നേരിട്ടെത്തിച്ചു. RCB ക്യാപ്റ്റൻ രജത് പാട്ടീദാർ വെറും 33 പന്തിൽ നിന്ന് 93 റൺസടിച്ച് പുറത്താകാതെ നിന്ന് തന്റെ ടീമിനെ നയിച്ചു. IPL പ്ലേ ഓഫ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കോറുകളിലൊന്നിലേക്ക് നിലവിലെ ചാമ്പ്യന്മാരെ എത്തിച്ചതും രജതിന്റെ ഈ പ്രകടനമാണ്. തുടർച്ചയായ രണ്ടാം ചാമ്പ്യൻഷിപ്പ് ലക്ഷ്യമിടുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഈ ശക്തമായ മുന്നേറ്റത്തിന് ഈ വിജയം അടിവരയിടുന്നു. തോറ്റെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസിന് ക്വാളിഫയർ 2-ൽ മത്സരിച്ച് ഫൈനലിലേക്ക് കടക്കാൻ ഒരു അവസരം കൂടിയുണ്ട്. പ്ലേ ഓഫ് ഘടന അനുസരിച്ച് ക്വാളിഫയർ 1 വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിലേക്ക് കടക്കും. എന്നാൽ തോൽക്കുന്ന ടീമിന് എലിമിനേറ്റർ മത്സരത്തിലെ വിജയികളുമായി ഒരു രണ്ടാം അവസരം ലഭിക്കും. ലീഗ് ഘട്ടത്തിൽ RCBയും ഗുജറാത്ത് ടൈറ്റൻസും 18 പോയിന്റ് നേടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അങ്ങനെയുള്ള സ്ഥിരതയ്ക്ക് നോക്കൌട്ട് ഘട്ടത്തിൽ ഒരു നിർണായക മുൻതൂക്കം നൽകി ഈ ഫോർമാറ്റ് പ്രതിഫലം നൽകുന്നുണ്ട്. 2026 IPL സീസണിലെ ഫൈനൽ മത്സരം മെയ് 31-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുക. ഇനി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തങ്ങളുടെ എതിരാളികളെ കാത്തിരിക്കുകയാണ്. മെയ് 27-ന് മുല്ലൻപൂരിൽ വെച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിന് ശേഷം ക്വാളിഫയർ 2-ൽ നിന്നായിരിക്കും അവരുടെ എതിരാളികളെ കണ്ടെത്തുക. പാട്ടീദാറിന്റെ മികച്ച നായകത്വവും തകർപ്പൻ ബാറ്റിംഗ് പ്രകടനവുമാണ് RCBയുടെ ഈ ആധിപത്യ പ്രകടനത്തിന് നിർണായകമായത്. ഇത് ബാക്കിയുള്ള പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഒരു പുതിയ നിലവാരം നിശ്ചയിച്ചു. ആക്രമണോത്സുകതയും തന്ത്രപരമായ നീക്കങ്ങളും ഒരുമിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു. ഇത് RCBക്ക് അവരുടെ മികച്ച തുടക്കം നന്നായി മുതലാക്കാൻ സഹായിച്ചു. ഈ ഉയർന്ന സമ്മർദ്ദമുള്ള മത്സരത്തിൽ ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനം തങ്ങളുടെ കിരീടം നിലനിർത്താൻ കഴിയുന്ന ശക്തരായ മത്സരാർത്ഥികളാണെന്ന് RCBയുടെ സ്ഥാനം ഉറപ്പിച്ചു. അവരുടെ ഈ സമ്പൂർണ്ണ വിജയം ഫൈനൽ പോരാട്ടത്തിന് മുന്നോടിയായി സാധ്യതയുള്ള എതിരാളികൾക്ക് ഒരു വ്യക്തമായ സന്ദേശം കൂടിയാണ് നൽകുന്നത്. എല്ലാ ടീമുകളും ലീഗ് ഘട്ടത്തിൽ ഓരോ പോയിന്റിനും വേണ്ടി കടുത്ത പോരാട്ടം കാഴ്ചവെച്ചതിനാൽ ഫൈനലിലേക്കുള്ള ഈ യാത്ര തീവ്രമായ മത്സരങ്ങളാൽ നിറഞ്ഞതായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB 20 ഓവറിൽ 5 വിക്കറ്റിന് 254 റൺസ് എന്ന കൂറ്റൻ സ്കോർ സ്വന്തമാക്കി. IPL പ്ലേ ഓഫ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ കൂടിയാണിത്. RCB ക്യാപ്റ്റൻ രജത് പാട്ടീദാർ ആയിരുന്നു ഇന്നിംഗ്സിന്റെ നട്ടെല്ല്. വെറും 33 പന്തിൽ നിന്ന് പുറത്താവാതെ നേടിയ 93 റൺസായിരുന്നു ഇന്നലത്തെ കളിയുടെ ഹൈലൈറ്റ്. 5 ഫോറും 9 സിക്സുമടക്കം 281.82 എന്ന ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ ഒരു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമായിരുന്നു പാട്ടീദാറിന്റേത്. കുൽവന്ത് കേജ്രോളിയുടെ ഒരു ഓവറിൽ നിന്ന് മാത്രം 28 റൺസാണ് പാട്ടീദാർ അടിച്ചെടുത്തത്. ഇത് അദ്ദേഹത്തിന്റെ ആധിപത്യം വ്യക്തമാക്കുന്നതായിരുന്നു. ഈ വമ്പൻ സ്കോറിലേക്ക് നിർണായക സംഭാവനകൾ നൽകിയത് 25 പന്തിൽ നിന്ന് 43 റൺസെടുത്ത് വിരാട് കോഹ്ലിയും 28 പന്തിൽ നിന്ന് 43 റൺസ് നേടി കൃണാൽ പാണ്ഡ്യയുമായിരുന്നു. 19 പന്തിൽ നിന്ന് 30 റൺസ് നേടി ദേവ്ദത്ത് പടിക്കലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. RCBയുടെ ഇന്നിംഗ്സിൽ ഉടനീളം ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൌളിംഗ് യൂണിറ്റ് വലിയ സമ്മർദ്ദത്തിലായിരുന്നു. പേസ് ബൌളർ ജേസൺ ഹോൾഡർ 39 റൺസ് വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തി. കഗിസോ റബാഡിയും 2 വിക്കറ്റ് നേടിയെങ്കിലും 54 റൺസ് വഴങ്ങി. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഇടങ്കയ്യൻ പേസർ കുൽവന്ത് കേജ്രോളിയക്ക് തീരെ നല്ല ദിവസമായിരുന്നില്ല. RCBയുടെ തകർത്തടിയിൽ ഒരു ഓവറിൽ മാത്രം 28 റൺസ് വഴങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന്. 15 മത്സരങ്ങളിൽ നിന്ന് 26 വിക്കറ്റുകളുമായി IPL 2026 പർപ്പിൾ ക്യാബ് റേസിൽ മുന്നിലുള്ള റബാഡ തന്റെ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചെങ്കിലും തുടർച്ചയായ അടികൾ നേരിടേണ്ടി വന്നു. തുടക്കത്തിൽ വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടും വെങ്കടേഷ് അയ്യരെ റബാഡിയും കോഹ്ലിയെയും പടിക്കലിനെയും ഹോൾഡറും പുറത്താക്കിയിട്ടും പാട്ടീദാറും പാണ്ഡ്യയും ചേർന്ന് 4-ാം വിക്കറ്റിൽ 95 റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് സ്ഥാപിച്ചു. ഇത് RCBയുടെ ആക്രമണോത്സുകമായ ബാറ്റിംഗ് തുടരാൻ സഹായിച്ചു. ഈ തുടർച്ചയായ ആക്രമണം RCBയെ അതിവേഗം 200 റൺസ് കടത്തി. പാട്ടീദാർ വെറും 21 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചതും ഈ ഘട്ടത്തിലായിരുന്നു. RCB ബാറ്റിംഗ് നിരയുടെ കൂട്ടായ പ്രകടനം, പ്രത്യേകിച്ച് നിർണായകമായ മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും ഗുജറാത്ത് ടൈറ്റൻസിന് മുന്നിൽ മറികടക്കാൻ പ്രയാസമുള്ള ഒരു വിജയലക്ഷ്യം വെക്കുന്നതിൽ നിർണായകമായി. 255 റൺസിന്റെ കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബാറ്റിംഗ് നിരയ്ക്ക് തുടക്കത്തിൽ തന്നെ കാലിടറി. 19.3 ഓവറിൽ വെറും 162 റൺസിന് എല്ലാവരും പുറത്തായി. IPL 2026-ൽ 13 മത്സരങ്ങളിൽ നിന്ന് 616 റൺസുമായി മിന്നിത്തിളങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വെറും 2 റൺസെടുത്ത് തുടക്കത്തിലെ പുറത്തായത് ടൈറ്റൻസിന്റെ ചേസിംഗിന് വലിയ തിരിച്ചടിയായി. ജോസ് ബട്ട്ലർ 11 പന്തിൽ നിന്ന് വെടിക്കെട്ട് 29 റൺസ് നേടി ചെറിയൊരു പ്രതീക്ഷ നൽകിയെങ്കിലും ബട്ട്ലർ പുറത്തായതോടെ ഇന്നിംഗ്സ് കൂടുതൽ പതറി. ഗുജറാത്ത് ടൈറ്റൻസിനായി രാഹുൽ തെവാതി ഒറ്റയാൾ പോരാട്ടം നടത്തി. 8 ഫോറുകളും 4 സിക്സറുകളും അടക്കം 43 പന്തിൽ 68 റൺസ് നേടി ടീമിനെ മത്സരത്തിൽ നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും RCBയുടെ തകർപ്പൻ ബൌളിംഗ് ആക്രമണത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ബൌളർമാർ തങ്ങളുടെ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കി കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി. RCBക്കായി ജേക്കബ് ഡഫി 39 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി ബൌളിംഗിൽ തിളങ്ങി. റസിക് സലാമും 24 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകൾ നേടി മികച്ച പിന്തുണ നൽകി. ഭുവനേശ്വർ കുമാറും ജോഷ് ഹാസിൽവുഡും നിർണായക പിന്തുണ നൽകി നിർണായക ഘട്ടങ്ങളിൽ പ്രധാന വിക്കറ്റുകൾ വീഴ്ത്തി. ബാറ്റിംഗിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച കൃണാൽ പാണ്ഡ്യ കഗിസോ റബാഡിയെ പുറത്താക്കി ഒരു വിക്കറ്റും പോക്കറ്റിലാക്കി. ഈ മികച്ച ബൌളിംഗ് പ്രകടനവും തുടക്കത്തിൽ ലഭിച്ച വിക്കറ്റുകളും ഗുജറാത്ത് ടൈറ്റൻസിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി. ഇത് അവരുടെ തകർച്ചയിലേക്ക് നയിച്ചു. 92 റൺസിന്റെ ഈ വമ്പൻ വിജയം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ഫൈനലിലേക്ക് നേരിട്ട് ടിക്കറ്റ് നൽകി. ഒപ്പം ഗുജറാത്ത് ടൈറ്റൻസിന് ക്വാളിഫയർ 2-ലേക്ക് അയച്ചു. അവിടെ അവർ എലിമിനേറ്റർ മത്സരത്തിലെ വിജയികളെ നേരിടും. മത്സരശേഷം ശുഭ്മാൻ ഗിൽ പറഞ്ഞത് ടീമിന്റെ ഫീൽഡിംഗും സമ്മർദ്ദ ഘട്ടങ്ങളിലെ പ്രകടനവും നിലവാരത്തിന് ഒത്തതായിരുന്നില്ലെന്നും അതുകൊണ്ട് ഈ കളി മറക്കാൻ